വൈകിട്ട് കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോഴാട്ടോ പഴംപൊരിയുടെ കാര്യം ഓർമ്മയല്ല കൊതിയായിട്ട് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം മേടിച്ചത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുക. പിന്നെ അതങ്ങനെ ആരും കഴിക്കില്ലല്ലോ. പിന്നെ ഞങ്ങൾ കരുതിയെങ്കിൽ പിന്നെ പഴംപൊരിയാക്കിയാൽ കട്ടൻ ചായ ആയിട്ട് നല്ല കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഇതേ നല്ല അടിപൊളി മുരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതാണ് കുറച്ച് ഒരു ട്രിപ്പ് ഞാൻ കോരി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊന്നും ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. പിന്നെ നോർമലായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണല്ലോ എല്ലാ വീട്ടിലും. ഇപ്പോൾ ഈ പണിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് കഴിയത്തുള്ളൂ കേട്ടോ. അല്ലാതെ അപ്പം കഴിയുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എൻ്റെ കൈ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് എനിക്ക് കയ്യിലുള്ളത്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഒന്നിച്ച് കഴിയത്തുള്ളൂ. അതായത് ഒരു പരിപാടി തീർന്നു കഴിയുമ്പോൾ ആ പാത്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കഴിയും പറ്റും. അങ്ങനെ നല്ല എണ്ണയിൽ കിടന്നിങ്ങനെ മുരിയുന്നുണ്ട്. നമ്മുടെ സാധാ പഴംപൊരിയുടെ ലുക്കൊന്നും ഇല്ലെങ്കിലും അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ സാധനത്തിന്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ പഴുത്ത പഴവും പുറത്ത് നല്ല മുരിഞ്ഞ മാവും വേണം. എന്നാലേ എനിക്ക് ആ ഒരു എന്താ പറയുക, കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ്സും ഉള്ളിൽ ആ ഒരു സ്വീറ്റ്നെസ്സോടുകൂടിയുള്ള സോഫ്റ്റായിട്ടുള്ള പഴവും കൂടെ ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുന്നു. അങ്ങനെ ഈവനിങ് പരിപാടി ഞങ്ങൾ നല്ല കുശാലാക്കി. കുറച്ച് പഴംപൊരിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുകയും ചെയ്യും. കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും, എഡിറ്റ് ചെയ്യും. അയ്യോ അത് ശരിയായില്ലേ, ഇത് ശരിയായില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.